ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്കിതൊരു ലോങ് വീഡിയോ ആയാലും ഒരു സെക്കൻഡറാബാദ് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഇരിക്കുന്ന സാധനം നഴ്സിംഗ് പഠിക്കാൻ സെക്കൻഡറാബാദിൽ പോവാണ് കേട്ടോ. അവിടുത്തെ യശോദ കോളേജിലാണ് ചേച്ചി പഠിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ മെയിൻലി ഞാനും പപ്പയും അമ്മയും ചേച്ചിയാണല്ലോ മെയിൻ. പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ജിൻസെങ്കിലും ഉണ്ട്. ഞങ്ങൾക്കൊന്നും അവിടുത്തെ ഭാഷ അറിഞ്ഞുകൂടാ. ജിൻസെങ്കിൽ കുറച്ച് വർഷം ഇവിടെ ജോലി ചെയ്തിട്ടുള്ള. സോ ജിൻസെങ്കിളിന് അവിടുത്തെ ലാംഗ്വേജൊക്കെ അറിയാം. സോ അത് തന്നെ ഞങ്ങൾ ജിൻസെങ്കിളിനെ ഒരു കൂട്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ യാത്രയായിരുന്നു. ട്രെയിൻ യാത്രയെപ്പറ്റി ഞാനൊന്ന് വിവരിക്കാനാണെങ്കിൽ, ഇങ്ങോട്ട് വന്ന യാത്ര കുഴപ്പമില്ലായിരുന്നു, വലിയ ബോറടിയില്ലായിരുന്നു, അല്ല പെട്ടെന്ന് ഇങ്ങെത്തി. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ ഉള്ളത് എൻ്റെ പൊന്നെ, ഇരുന്ന് മനുഷ്യൻ്റെ മൂടുറച്ചെന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നല്ല ഡിലേ ആയിരുന്നു. സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു, അതിൻ്റെ എല്ലാം കാണാനുണ്ടായിരുന്നു. നല്ല ഡിലേ ആയിരുന്നു ഈ ട്രെയിൻ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളവിടെ, അതായത് സെക്കൻഡറാബാദിൽ നമ്മളൊരു ചൊവ്വാഴ്ച ഒരു 3 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എത്തും എന്നാണ് ട്രെയിനിൽ. മറ്റേ വേർ ഈസ് മൈ ട്രെയിൻ ആപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ നോക്കിയപ്പോൾ അങ്ങനെ അതിലാണ് അത് ആ ടൈമിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്രെയിൻ നല്ല ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ വൈകിട്ടൊരു 10-10:30 ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 10-10:30 ഒരു 9:00 ആ സമയമൊക്കെ ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അമ്മ ഭയങ്കര എന്താ പറയുക, മുൻകൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് അമ്മ ഞങ്ങൾക്കുള്ള പൊതിച്ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ട്രെയിനിൽ കയറിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള പൊതിച്ചോറൊക്കെ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് കാരണം നമുക്ക് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കേണ്ടി വന്നില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആ സമയമായപ്പോഴത്തേനും, വൈകുന്നേരം എന്നല്ല, ഞങ്ങളുടെ ഫാമിലിയെ പറ്റി പറയാനാണ്, ഞങ്ങൾക്ക് 4 നേരം ചായ കിട്ടിയാൽ ഞങ്ങൾ സംതൃപ്തരാണ്. എനിക്കും ചേച്ചിക്കും 4 നേരം ചായ തന്നാലും ഞങ്ങൾ ഭയങ്കര സംതൃപ്തരാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. പപ്പയ്ക്ക് ഒരു 4 നേരം കാപ്പി കൊടുത്താൽ, കാപ്പിൻ്റെ കട്ടൻ കാപ്പി ഇല്ലേ, അത് കൊടുത്താൽ പപ്പയും സംതൃപ്തിയാണ്. അമ്മയ്ക്ക് പിന്നെ ചോറാണ്. അമ്മയ്ക്ക് ഇങ്ങനെ കട്ടൻ കാപ്പി ചായ അതൊന്നുമില്ല, അമ്മയ്ക്ക് ചോറാണ്. എങ്കിലും ചായ കിട്ടിയാൽ കുടിക്കും. ഞാൻ ബ്രൂ കോഫിയുടെ ആളാണ്, ചേച്ചി ചായയുടെ ആളാണ്. ഞങ്ങൾക്ക് 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴും ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വാങ്ങിച്ചത് ബ്രൂ കാപ്പിയായിരുന്നു, അത് പിന്നെയും കൊള്ളായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും നമ്മൾ വാങ്ങിച്ചത് തേയില ചായ ആയിരുന്നു. മറ്റേ ഗ്രീൻ ടീ ഒക്കെ ഇട്ടിട്ടുള്ള, ഗ്രീൻ ടീ ബാഗിൽ അതിട്ടിട്ടുള്ള ചായ ആയിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ ട്രെയിനിൽ നിന്ന് അതായത് പോകുന്ന സമയത്ത് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ എത്തി പിറ്റേ ദിവസം നമ്മൾ ചേച്ചിക്ക് അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ അതൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അവിടുത്തെ കോളേജൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല കോളേജായിരുന്നു. ആ കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ബസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ എല്ലാ ഫാമിലിക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ അവർ തന്നെ പറയുന്ന കടയിലൊക്കെ കൊണ്ടിറക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പോയത് ഡിമാർട്ടിലാണ് കേട്ടോ. ഡിമാർട്ടിൽ അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ വില കുറവുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല കടയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ചേച്ചിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു. കുറച്ചല്ല, ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ചേച്ചിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണം എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ, നമ്മളിവിടെ നിന്ന് വാങ്ങിക്കാത്ത 2-3 സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഡിമാർട്ടിൽ പോയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ചെടിയുടെയും മരത്തിൻ്റെ ഫോട്ടോ എനിക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അവളുടെ ഹോസ്റ്റൽ കേട്ടോ. അത്യാവശ്യം നല്ലതാണ് അവിടുത്തെ ഹോസ്റ്റൽ. അത്യാവശ്യമല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോസ്റ്റലിൽ പോകണതും കാണുന്നതുമൊക്കെ. സോ എനിക്കങ്ങനെ കമ്പയർ ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് എൻ്റെയും ചേച്ചിയുടെയും ഒക്കെ ഒരു ഇതിൽ റേന ചേച്ചിയുടെ അവളാണല്ലോ ഇനി അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവളുടെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ അവൾക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും എനിക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹോസ്റ്റലിൽ നമ്മൾ ഇതൊന്നും ആയിരിക്കില്ല എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നത്, ഇതിലും മോശമായിട്ടുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നത് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ. പക്ഷേ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഹോസ്റ്റലായിരുന്നു. കോളേജും കണ്ടിട്ടൊക്കെ അടിപൊളിയായിരുന്നു, പഠിപ്പിക്കലൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റ ദിവസമേ നമ്മളവിടെ നിന്നിട്ടുള്ളൂ. അവിടുന്ന് പിന്നെ നമ്മൾ പിന്നെയും പിറ്റേ ദിവസമായപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് പിറ്റേ ദിവസം ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് 12:20 ട്രെയിന്. സോ ഞങ്ങളുടെ ട്രെയിൻ വരുന്ന ടൈമിനെക്കാട്ടിലും ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ അവരവിടുന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കുറേ ടൈം ഇനിയുള്ളതുകൊണ്ട് നമ്മൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള കുറേ കടകളൊക്കെ പോയി കണ്ടു. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ട്രെയിനിൽ ഇരിക്കുമ്പോൾ കഴിക്കാനുള്ള കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ട്രെയിനിൽ കയറി. എൻ്റെ പൊന്നേ, പിന്നെ ഒരൊറ്റ ഇരിപ്പായിരുന്നു. അപ്പോൾ ശരി, കുഞ്ഞു വ്ളോഗ് ഇവിടെ തീരുന്നു.